ഹായ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക പുളിങ്കറി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി, അതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഉലുവ, പിന്നെ അതുപോലെ പുളിയുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി പുളിയാണല്ലോ മെയിൻ. നമ്മൾ ചട്ടി വെച്ചു, ചട്ടിയിൽ ലേശം എണ്ണ ഒഴിച്ചു. എണ്ണ ഇങ്ങനെ കാഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഉലുവ നമുക്ക് അതിലിട്ട് ഇടണം. ഉലുവ നന്നായി ഇങ്ങനെ പൊട്ടി വരണം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാകും. അപ്പോൾ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ എന്ന് വെച്ചാൽ ഒന്ന് ചുവന്ന കളറായി വരണം. അപ്പോൾ നമുക്ക് ചുവന്ന കളറായാൽ ഈ തക്കാളി ഇടണം അതിലേക്ക്. ഇതുപോലെ ചുവന്ന് വന്നാൽ നമുക്കിങ്ങോട്ട് തക്കാളി ഇടാം. തക്കാളി ഇട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, തക്കാളി ഇട്ടപ്പോൾ ഇത്തിരി കറിവേപ്പിലയും അതിൽ പെട്ടു കേട്ടോ, സാരമില്ല. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് നുറുക്കി വെച്ചിട്ടിരുന്ന നമുക്ക് വെണ്ടയ്ക്ക അതിലോട്ടിടാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വകഞ്ഞ് വെച്ച് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പൊടികളൊക്കെ 2 സ്പൂൺ മല്ലിപ്പൊടി, ആ സ്പൂണാണ് ഞാനവിടെ വെച്ചത്, ആ സ്പൂണിൻ്റെ കണക്കിനാണ് ഞാൻ പൊടികളൊക്കെ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതൊക്കെ നമുക്കതിലോട്ടിടാം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് പൊടികളൊക്കെ ഒന്ന് ഒപ്പമായി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി ഈ രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും ഒന്ന് വാടിക്കിട്ടും, പൊടികളൊക്കെ വെണ്ടയ്ക്കയിലും ആ മസാലയൊക്കെ ഒന്നങ്ങനെ ഇതുപോലെ ആയി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് പുളി ഉണ്ടല്ലോ, പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് വെക്കണേ. അപ്പോൾ ഇടയിൽ ആ പണിയും ഇടയിലൊന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ഇത്തിരി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ലേശം ഉപ്പ് ഇട്ടു, 1 സ്പൂൺ ഉപ്പിട്ടു. ഇനി ആവശ്യമെങ്കിൽ പിന്നീട് ഇടാം. പിന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ആ പുളി നല്ലപോലെ ഒന്നും കൂടി കൈ കൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞെടുത്ത് എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം നമ്മളതിൻ്റെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇങ്ങനെ ആ ചണ്ടി പെടാണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര വെള്ളം വേണോ, ഇനി പുളി കുറവാണെങ്കിൽ നമുക്ക് ആ പുളി തന്നെ ഒന്നും കൂടി നമുക്ക് പിഴിയാം. അതിൽ പുളിൻ്റെ ആ ഒരു അംശം ഉണ്ടെങ്കിൽ ഒന്നും കൂടി പിഴിഞ്ഞ് നമുക്ക് അതിലോട്ടിടാം. എന്നിട്ട് നല്ലപോലെ നല്ലപോലെ ഇളക്കി മറിച്ച് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കി വെക്കണം. പിന്നെ ഞാൻ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ഫുള്ളായി ചിരകി വെച്ചു. നമ്മുടെ കറി തിളച്ചു. അപ്പോഴേക്കും ഞാൻ തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, തേങ്ങ അരച്ച് അങ്ങനെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. നല്ലപോലെ ഇളക്കി ഉപ്പും പുളിയൊക്കെ കറക്റ്റായി ഒന്ന് നോക്കണേ. നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി കറിവേപ്പില ഇങ്ങനെ തൂവാം. എന്നിട്ട് ആ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു മണം എടുത്ത് അറിയാനാണ്. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഒന്നിങ്ങനെ തിള വരണേ. ഒന്നിങ്ങനെ തിള വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിത്തിരി കട്ടിയോടുകൂടി വെച്ചാൽ ഇത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി.